ചന്ദ്രശേഖരന്റെ ചോര മാത്രമല്ല, ഷുക്കൂറിന്റെ ചോര. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഷുക്കൂറിന്റെ ചോര ഞാൻ ഈ പ്രവർത്തകരെ മുഴുവൻ സാക്ഷി നിർത്തി പറയുന്നു. നിങ്ങൾ 2 സാക്ഷികളെ വിലക്കു വാങ്ങി, 2 സാക്ഷികളെ നിങ്ങൾ വിലക്കു വാങ്ങി. ഭീഷണിപ്പെടുത്തിയാകാം, പണം കൊടുത്താവാം, പക്ഷേ 2 അല്ല 10 സാക്ഷികളെ നിങ്ങൾ വിലക്കു വാങ്ങിയാലും ഒന്നുറപ്പിച്ചോ, ഞങ്ങളുടെ ചങ്കിൽ ചോരയുള്ള കാലത്തോളം ജയരാജ പി ജയരാജനെ മനസ്സിൽ കുറിച്ചിട്ടോ, ഇന്ത്യ രാജ്യത്ത് കിട്ടാവുന്ന നിയമവ്യവസ്ഥയുടെ ഏതറ്റത്ത് പോകേണ്ടി വന്നാലും നിന്നെ നീ ചെയ്ത പാപത്തിന് ജയിലിലടക്കാതെ അവസാനിപ്പിക്കുന്ന ഈ യുദ്ധം. ആ വഴിയിൽ ജീവിതം കളയേണ്ടി വന്നാലും, ആ വഴിയിൽ ജീവൻ ത്യജിക്കേണ്ടി വന്നാലും ഉറപ്പിച്ചു പറയുന്നു, ഞങ്ങൾ വിടില്ല. നിങ്ങൾ കളി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. കാത്തിരിക്കുക യൂത്ത് ലീഗുകാര. വരുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഞങ്ങൾ ഈ രംഗത്ത് ചെയ്യാൻ പോകുന്നത് എന്താണോ, ജയരാജൻ ഭയപ്പെടണ്ട. ഇരുട്ടിന്റെ മറവിൽ കത്തിയുമായി ഈ ഐഡിയൽ യൂത്ത് കോർ കാത്തിരിക്കില്ല. ഞങ്ങൾ കാത്തിരിക്കില്ല. ഞങ്ങൾ കാത്തിരിക്കുന്നത് നിയമത്തിന്റെ ഇടപെടലിലാണ്, നിയമത്തിന്റെ ഇടനാഴികളിലാണ്. അവിടെ കൊണ്ടുവരും ജയരാജനെ. ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് ഒരു സത്യമുണ്ടെങ്കിൽ, ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് ഒരു സത്യമുണ്ടെങ്കിൽ, റാം റാം എന്നുച്ചരിച്ച് ഇവിടുത്തെ മുസൽമാൻ ഈ രാജ്യത്ത് ജീവിക്കാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞ് മരിച്ചുപോയ ഗാന്ധിജിയുടെ സ്വപ്നത്തിന് സത്യമുണ്ടെങ്കിൽ, ഷുക്കൂറിന്റെ ഉമ്മയുടെ കണ്ണുനീരിന് സത്യമുണ്ടെങ്കിൽ, ജയരാജ നിന്നെ വിടില്ല. അത് ഉറപ്പിച്ചോളൂ. അത് നിങ്ങൾ ഉറപ്പിച്ചോളൂ. ഞാൻ എന്റെ യൂത്ത് ലീഗ് പ്രവർത്തകർ